ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ BSc ഡയറീസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് ഡേയ്സ് ആയില്ലേ കണ്ടിട്ട്, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മുടെ എക്സാം ഡേറ്റൊക്കെ ഇങ്ങനെ അടുത്ത് തുടങ്ങി. നന്നായിട്ട് തന്നെ പഠിക്കുക, റിവിഷൻസ് ചെയ്യുക നന്നായിട്ട്. ഡിഗ്രി ലെവൽ എക്സാംസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അപ്പോൾ എത്ര പേർക്ക് ഫസ്റ്റ് സ്റ്റേജിൽ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായി, അപ്പോൾ ഏകദേശം മനസ്സിലായി. എന്നാലും പേഴ്സണലി എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സീരീസിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. 2025 ജാനുവരിയിൽ നടന്നിട്ടുള്ളൊരു എക്സാമിൻ്റെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറഞ്ഞാൽ 5/2025 ആണ്. അത് ഒരു 10th ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം ആയിരുന്നു. സ്റ്റോർ കീപ്പർ, അസിസ്റ്റൻറ്റ് അങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് നടന്നിട്ടുള്ളതായിരുന്നു. നമുക്കപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1ഉം 2ഉം മാത്രമാണ്. അതായത് മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയെയാണ് നമ്മൾ DGP എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ പ്രസ്താവന എന്തുകൊണ്ടാണ് തെറ്റായത്? കേരള പോലീസിൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണോ? തൃശ്ശൂരല്ല, തിരുവനന്തപുരത്താണ് കേരള പോലീസിൻ്റെ ആസ്ഥാനം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡി എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 4ഉം മാത്രമാണ്. ബക്രാനങ്കൽ സത്ലജിലാണ്, ഹിരാക്കുണ്ട് മഹാനദി, അതുപോലെ സർദാർ സരോവർ നർമ്മദയിലുമാണ്. മൂന്നാമത്തത് എന്താണ് തെറ്റാവാനുള്ള കാരണം? തെഹരി ഡാം കൃഷ്ണയിലാണോ? തെഹരി ഡാം ഭഗീരഥി നദിക്ക് കുറുകെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ടാണത് തെറ്റായത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ശരിയായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 3ഉം മാത്രമാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ പാണ്ഡ്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ നാലാമത്തെ പ്രസ്താവന 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. എന്നാണ് ഗാന്ധിജി കാണുന്നത്? 1924 അതായത് നമ്മുടെ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്താണ് ഗാന്ധിജിയായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുന്നത്. 1924 47 അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 5, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായിട്ടുള്ള ഏതാണ്? 1ഉം 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. സവർണജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നാലാമത്തത്, ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം എന്നുള്ളതാണ് തെറ്റായിട്ട് വരുന്നത്. എന്തായിരുന്നു സത്യാഗ്രഹികളുടെ അടിയന്തര ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡുകളിലൂടെ നടക്കാനുള്ള അവകാശമായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത്. ക്ഷേത്രപ്രവേശനം ആയിരുന്നില്ല. ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നത് സത്യാഗ്രഹത്തിൻ്റെ ഒരു ദീർഘകാല ലക്ഷ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത് എന്നാണ്. ഏതാണ് പെടാത്തത്? 4 മാത്രമാണ് പെടാത്തത്, ബാക്കിയൊക്കെ രാജാറാം മോഹൻ റോയുടെ രചനകളാണ്. സതിഹിതബോധിനി ആരുടെയാണ്? സതിഹിതബോധിനി എന്ന് പറയുന്നത് ഉമേഷ് ചന്ദ്രദത്തയാണ് ആരംഭിച്ചത്. ബ്രഹ്മസമാജമായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെങ്കിലും എന്താണ്, രാജാറാം മോഹൻ റോയുടെ നേരിട്ടുള്ളൊരു കൃതിയല്ല. ബാക്കി 3 എണ്ണം രാജാറാം മോഹൻ റോയുടെ കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായിട്ടുള്ള ജോഡി എന്ന് പറഞ്ഞാൽ A ആണ് വരുന്നത്, 2ഉം 3ഉം ആണ്. അതായത് ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരവും അതുപോലെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരിലുമാണ്. കേരള മീഡിയ അക്കാദമി തൃശ്ശൂരാണോ? അല്ല. എവിടെയാണ്? കാക്കനാട്, കൊച്ചിയിലാണ്. അതുപോലെ കേരള ലളിതകലാ അക്കാദമി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് എല്ലാം ശരിയാണെന്നുള്ളതാണ്. അതായത് ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് ഏത്? നെയ്താലിയും. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920 ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയായിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ വരുന്നത് 1 മാത്രം തെറ്റുന്നുള്ളതാണ്. അതായത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എവിടെയാണ്? ജനീവയിലാണെന്നാണ് പറയുന്നത്. എവിടെയാണ്?
ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്? ഫിലിപ്പീൻസിലെ മനിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലാണ്ട് ജനുവയിലല്ല. ബാക്കിയുള്ള ഓപ്ഷൻസും ശരിയാണ്. നാറ്റോ എവിടെയാണ്? ബ്രസൽസിലാണ്. ഗ്രീൻ പീസ് ആംസ്റ്റർഡാമിലാണ്. അതുപോലെ ഇന്റർപോൾ എവിടെയാണ്? ലിയോണിലാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? അബ്ദുൽ കലാം ആസാദാണ് ആൻസർ വരുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഡി ആണ്, നമച്ച ബർവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ടെറായ്, എസ്കർ, ഖരീവ, ബാബർ. ഏതാണ്? സി ആണ് ആൻസർ, ഖരീവയാണ് ആൻസർ വരുന്നത്. ഈ നദീതടങ്ങളിലെയും അതുപോലെ തടാകങ്ങളിലൊക്കെ ഏക്കൽ മണ്ണ് അടിഞ്ഞുണ്ടാകുന്ന ഒരു മണ്ണാണ് എന്ത്? ഖരീവ എന്ന് പറയുന്നത്. ടെറായ്, ബാബർ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഹിമാലയൻ അടിവാര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? റാറ്റ് ഹോൾ മൈനിങ് ആണ് ആൻസർ വരുന്നത്. നമ്മുടെ മേഘാലയ പോലെയുള്ള സ്ഥലങ്ങളിൽ പരിസ്ഥിതിക്കും അതുപോലെ തന്നെ ജീവനും ഭീഷണിയായിട്ടുള്ള ഈ ഒരു ഖനന രീതിയാണ് നിരോധിച്ചിട്ടുള്ളത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ് ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ്. ഡി ആണ് ആൻസർ വരുന്നത്. നമ്മൾ ടൂത്ത് പേസ്റ്റിലൊക്കെ വെള്ള നിറം നൽകുന്നത് എന്താണ്? ഈ ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. ഹെമറ്റൈറ്റ് എന്താണ്? ഒരു ഇരുമ്പിൻ്റെ അയിരാണ്. മഗ്നീഷ്യം എന്ന് പറയുന്നതോ നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ളൊരു ലോഹമാണ് അല്ലേ മഗ്നീഷ്യം എന്ന് പറയുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ആൻസർ ഏതാണ്? ഡി ആണ്, ഉത്തർപ്രദേശിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഗുജറാത്തിലും അതുപോലെ രാജസ്ഥാനിലും 2 ആണവ നിലയങ്ങളുണ്ടല്ലേ, അത് ഏതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 17ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെ വെച്ചിട്ടാണ്? കസാൻ, റഷ്യ ഇവിടങ്ങളിൽ വെച്ചിട്ടാണ് 2024 ബ്രിക്സ് ഉച്ചകോടി നടന്നിട്ടുള്ളത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? സി ആണ് ആൻസർ, പഞ്ചസാര വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കാണ് ഇത് ഗുർ, ഗണ്ഡസാരി എന്നൊക്കെ പറയുന്നത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? എന്തിനെയാണ്? ആഗോള സുസ്ഥിര വികസനത്തിനെയാണ് കാണിക്കുന്നത്. 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നിട്ടുള്ള ഭൗമ ഉച്ചകോടിയിലാണ് സുസ്ഥിര വികസനത്തിനായിട്ട് സ്വീകരിച്ച പ്രവർത്തന പദ്ധതിയാണ് ഏത്? അജണ്ട 21 എന്ന് പറയുന്നത്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ ഏതാണ്? ബി ആണ്, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏത് വർഷത്തിലാണ്? 2010 സ്ഥാപിതമായത്. 2010 ഒക്ടോബർ 18 പരിസ്ഥിതി സംരക്ഷണ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനായിട്ട് NGT സ്ഥാപിതമായത്. അടുത്ത ക്വസ്റ്റ്യൻ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിലാണ് ലഞ്ച് ബെൽ പദ്ധതി വന്നത്. സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ മതിയായ സമയം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബി ആണ്, ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ് നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തത്. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക അതുപോലെ നികുതി നൽകാതിരിക്കുക എന്നുള്ളതൊക്കെ സമരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. പക്ഷേ ഫ്യൂഡൽ നികുതി നൽകുക എന്നത് ബ്രിട്ടീഷ് ഭരണത്തെ സഹായിക്കുന്ന പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിസ്സഹകരണ പ്രസ്ഥാനമായിട്ട് ബന്ധമില്ലാത്തതാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ജരിയാണ്. ഡി ആണ് ആൻസർ വരുന്നത്. അരുൾനൂൽ ആരുടെയാണ്? അയ്യ വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടതാണ്.
ആദിഭാഷ അതുപോലെ വേദാധികാര നിരൂപണമൊക്കെ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികൾ രചിച്ചിട്ടുള്ള കൃതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ദ്വാളവിരയാണ് ആൻസർ വരുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒന്ന് മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ. ഗുലാംഗുരി എന്ന ഗ്രന്ഥം രചിച്ചു. ഗുലാംഗുരി ആരുടെയാണ്? ഗുലാംഗുരി രചിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ഒക്കെ ആരാണ്? ആനി ബസന്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചാലി ശബ്ദം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. എ ആണ് ആൻസർ വരുന്നത്. സുബ്രഹ്മണ്യ ഭാരതി ഒരു തമിഴ് കവിയാണ്, തമിഴ് മഹാകവിയാണ്. ആൾ എഴുതിയിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു കൃതിയാണ് ഏത്? പാഞ്ചാലി ശബ്ദം എന്ന് പറയുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഡി ആണ് ആൻസർ വരുന്നത്. EV രാമസ്വാമി നായിക്കാരാണ് ആൻസർ വരുന്നത്. തമിഴ്നാട്ടിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് അദ്ദേഹം ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നടപ്പിലാക്കുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. തെലങ്കാനയിലാണ് സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇതുപോലെ സമാനമായിട്ടുള്ളൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. VDL എന്നാണ് അത് അറിയപ്പെടുന്നത്. നമുക്കും ഇതുപോലെ കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ ആര് തന്നിട്ടുണ്ട്? UDF തന്നിട്ടുണ്ട്. UDF ജയിക്കുകയെന്നുണ്ടെങ്കിൽ കേരളത്തിൽ KSRTC ബസ്സുകളിൽ നമുക്ക് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും ഇപ്പുറത്ത് അതിൻ്റെ വകുപ്പുകളുമാണ് കൊടുത്തിട്ടുള്ളത്. ആൻസർ ഏതാണ്? എ ആണ്. 1D, 2C, 3A, 4B. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ബി ആണ്. പിംഗലി വെങ്കയ്യാണ് ആൻസർ വരുന്നത്. പിംഗലി വെങ്കയ്യ ഏത് നാട്ടുകാരനാണ്? ആന്ധ്രാപ്രദേശുകാരനാണ്, ആന്ധ്രക്കാരനാണ്. പ്രേം ബിഹാരി നാരായണൻ, ആളുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കൈപ്പടയിൽ എഴുതിയ വ്യക്തിയാണ് ആര്? പ്രേം ബിഹാരി നാരായണൻ. റൈസാദ എന്ന് പറയുന്ന ആൾ. പോറ്റി ശ്രീരാമലു ആരാണ്? ഭാഷാടിസ്ഥാനത്തിൽ ആന്ധ്ര സംസ്ഥാനത്തിനായിട്ട് നിരാഹാരം കിടന്ന മരിച്ച വ്യക്തിയാണ് ആര്? പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിട്ടുള്ളത്. ഡി ആണ്. ഈ പറഞ്ഞേക്കുന്ന എല്ലാതും ഉൾപ്പെടുന്നവയാണ്. അതായത് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നിവയൊക്കെയാണ് തന്നിട്ടുള്ള പ്രസ്താവന. എല്ലാ പ്രസ്താവനയും ശരിയായിട്ടുള്ളതാണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ളൊരു സമിതിയുടെ ശുപാർശ പ്രകാരമാണ് രാഷ്ട്രപതി ആരെ നിയമിക്കുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 1, 3 മാത്രമാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. അതുപോലെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നമ്മളതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലേ. 3ാമത്തത് തെറ്റാനുള്ള കാരണം എന്താണ്? വിരമിക്കുന്ന പ്രായം 70 വയസ്സല്ല, 65 വയസ്സാണ്. അതുകൊണ്ടാണത് തെറ്റാനുള്ള കാരണം. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പം എന്നാണ് നിലവിൽ വന്നത്? 1953 ഭാഷാടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശ് രൂപീകൃതമായത്. 37ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഏതാണ്? ആൻസർ ഏതാണ്? ബി ആണ്. സുകുമാർ സെൻ ആണ് ആൻസർ വരുന്നത്. ബാക്കി ഓപ്ഷൻസ് നോക്കുമ്പോൾ TN ശേഷൻ
ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു. നമ്മുടെ തിരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ് ആര്? TN ശേഷൻ എന്ന് പറയുന്നത് രംഗനാഥ മിശ്ര. എല്ലാവരും കേട്ടിട്ട് നല്ല പരിചയമുള്ള പേരായിരിക്കും. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനും ആയിരുന്നു ആര്? രംഗനാഥ മിശ്ര എന്ന് പറയുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ് ആൻസർ വരുന്നത്. മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൊതു അധികാരിയോട് തൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുന്ന ഉത്തരവാണ് ഏത്? മാൻഡമസ് എന്ന് പറയുന്നത്. കോവാറൻറ്റോ, ഒരാൾ ഏത് അധികാരത്തിന്മേലാണ് ഒരു പദവി വഹിക്കുന്നതെന്ന് പരിശോധിക്കുന്ന റിട്ടാണ് ഏത്? കോവാറൻറ്റോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഏതാണ്? ബി ആണ്, ആനന്ദമഠത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ കൃതിയാണ്. ഇതിൽ നിന്നാണ് ഏത്? നമ്മുടെ ജനഗണമന സ്വീകരിച്ചിട്ടുള്ളത്. മധുശാല എന്ന് പറയുന്നത് ഒരു പ്രശസ്ത ഹിന്ദി കവിയായിട്ടുള്ള ഹരിവംശ് ശിവറായ് ബച്ചൻ്റെ ഒരു കൃതിയാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? നമ്മളുടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട് എത്ര മലയാളികൾ ഉണ്ടായിരുന്നു, എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് ഇന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കുക. ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെയാണ്. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? എല്ലാവരും, ഇവയെല്ലാം എന്നുള്ളത്. അതായത് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു, ഇവരൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര വനിതകളാണ് ഉണ്ടായിരുന്നത്? 15 വനിതകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ദാക്ഷായണി വേലായുധൻ ആ സഭയിലെ ഏക ദളിത് വനിതയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ് ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? അത് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരിയാണ്. അടുത്തത്, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ് അല്ലേ? കബനിയാണ്. നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ട്. അതിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി മൂന്നെണ്ണമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഏതൊക്കെയാണത്? കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ. ഇവർ 3 പേരും കിഴക്കോട്ട് ഒഴുകിയിട്ട് കാവേരി നദിയിൽ ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ് അല്ലേ? ഹോക്കി ടീമിൽ എന്തായിരുന്നു ആളുടെ റോള്? ഗോൾ കീപ്പർ ആയിരുന്നു. പക്ഷേ ആ ഒരു വിജയത്തിന് ശേഷം വിരമിക്കലും പ്രഖ്യാപിച്ചിട്ടുണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണല്ലേ. നമ്മൾ നീലഗിരി താർ എന്നൊക്കെ പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് ഇരവികുളം ദേശീയോദ്യാനം പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. 46ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? തുള്ളൽ, മോഹിനിയാട്ടം, രാമനാട്ടം, തെയ്യം ഏതാണ്? സി ആണ്, രാമനാട്ടമാണ് ആൻസർ വരുന്നത്. നമ്മുടെ രാമനാട്ടം പരിഷ്കരിച്ചിട്ടാണ് കഥകളി എന്ന കലാരൂപം ഉണ്ടാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇത് തുള്ളൽ, മോഹിനിയാട്ടം, തെയ്യം എന്നുള്ളതൊക്കെ ഇതാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഭയങ്കര പ്രധാനമായിട്ടുള്ള കലാരൂപങ്ങളാണ്. അടുത്തത്, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പുഴയാണ് വടക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത്. അടുത്തത്, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? എ ആണ്, ചിങ്ങം 1-നാണ് നമ്മൾ കർഷക ദിനമായിട്ട് ആഘോഷിക്കുന്നത്. നവംബർ എന്താണ്? കേരള പിറവി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. മെയ് 1 തൊഴിലാളി ദിനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? ഡീസൽ, നാഫ്ത, പെട്രോൾ, മണ്ണെണ്ണ. ആൻസർ ഏതാണ്? ബി ആണ്, നാഫ്തയാണ്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ നോക്കിയിട്ടുള്ള മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഏതാണ്? ബി ആണ്, നീണ്ടകരയാണ് ആൻസർ വരുന്നത്.
കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ്. വിഴിഞ്ഞെന്ന് പറയുന്നത് നിലവിൽ വലിയൊരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ സി ആണ്. അതായത് 1, 4 എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതിന് കലാപത്തിനിടയാക്കി. അതുപോലെ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 52ാമത്തെ ക്വസ്റ്റ്യൻ, 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? എ ആണ്. നിഹോൺ ഹിഡാൻക്യോ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ആണവായുധങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ജപ്പാനിലെ ഹിരോഷിമ നാഗസാക്കി ദുരന്തങ്ങളെ അതിജീവിച്ചവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത്, നിഹോൺ ഹിഡാൻക്യോ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടനാണ്. ബി ആണ് ആൻസർ വരുന്നത്. നെഹ്റു ട്രോഫി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ, അതായത് 16 തവണ കിരീടം നേടിയത് ആരാണ്? ഇവർ തന്നെയാണ്, കാരിച്ചാൽ ചുണ്ടൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി. ശരിയായ ജോഡി ഏതാണ്? ഡി ആണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റാനുള്ള കാരണം പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരുവാണോ? അല്ല, ചട്ടമ്പി സ്വാമികളാണ് രചിച്ചത്. അതുപോലെ അഖിലത്തിരട്ട് ചട്ടമ്പി സ്വാമിയാണോ? അല്ല, ആരാണ്? വൈകുണ്ഠസ്വാമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ദർശനമാല ശ്രീനാരായണ ഗുരുവാണ് രചിച്ചത്, വൈകുണ്ഠസ്വാമികളല്ല. അതുകൊണ്ടാണ് അതൊക്കെ തെറ്റായത്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പ്രഥമ ഖോഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാ? ഇന്ത്യയാണ്. 2025 എവിടെ വെച്ചിട്ടായിരുന്നു? ഇന്ത്യയിൽ വെച്ചിട്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 57ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? അക്കാമ ചെറിയാനാണ് ആൻസർ വരുന്നത്. അക്കാമ ചെറിയാൻ്റെ ധീരത കണ്ടിട്ട് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അവരെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. 58ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ? ഇതാണ് കീഴരിയൂർ ബോംബ് കേസാണ് ആൻസർ വരുന്നത്. നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മലബാറിൽ നടന്നിട്ടുള്ള ഒരു പ്രധാന സംഭവമായിരുന്നു ഇത്, കീഴരിയൂർ ബോംബ് കേസ്. അതിന് മുഖ്യ ആസൂത്രകനാണ് ആര്? ഈ KB മേനോൻ എന്ന് പറയുന്നത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാ? ഡി ആണ്. കൂട്ടാണ് ആൻസർ വരുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ, മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. 61ാമത്തെ ക്വസ്റ്റ്യൻ, സസ്യങ്ങളിൽ ബി സംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഇതാണ് ഓവ്യൂൾ വിത്താകുന്നു എന്നുള്ളതാണ് അതിനുശേഷം നടക്കുന്നത്. ബീജസങ്കലനത്തിന് ശേഷം ഓവ്യൂൾ വിത്തായിട്ടും ഓവറി അണ്ടാശയം ഫലമായിട്ടും മാറും. പിന്നെ പരാഗണം, ബീജ രൂപീകരണം എന്നിവയൊക്കെ ബീജസങ്കല്പത്തിന് മുൻപ് നടക്കുന്ന സംഭവങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് ആൻസർ വരുന്നത്. 63ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ആൻസർ ഡി ആണ്. ഗോൾജി കോംപ്ലക്സ് ആണ് ആൻസർ വരുന്നത്. 64ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഏതാണ്? ഗ്ലോബുലിൻ ആണ് ആൻസർ വരുന്നത്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബർനോജിൻ എന്നിവയൊക്കെ എന്താണ്? പ്രധാനമായിട്ടുള്ള രക്തപ്രോട്ടീനുകളാണ്. ക്രിയാറ്റിൻ ഒരു വിസർജന വസ്തുവാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇതാണ് ലിപേസ് ആണ് ആൻസർ വരുന്നത്. കൊഴുപ്പിനെ, അതായത് നമ്മുടെ ഫാറ്റിനെ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന എൻസൈമാണ് ഇത് ലിപേസ് എന്ന് പറയുന്നത്. പ്രോട്ടിയേസ്, പെപ്സിൻ, ട്രിപ്സിൻ എന്നിവയൊക്കെ പ്രോട്ടീൻ ദഹനത്തിന് സഹായിക്കുന്നവയാണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഏതാണ്? ബി ആണ്. വേനൽക്കാലത്ത്
വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. വേനൽക്കാലത്ത് എന്താണ്, നമുക്ക് നല്ല ചൂടായിരിക്കും അല്ലേ. അപ്പോൾ ശരീരത്തിൽ നിന്ന് വിയർപ്പിലൂടെ ജലം നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ജലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വാസോപ്രസിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് കുറയുകയല്ല ചെയ്യുന്നത്. വാസോപ്രസിൻ കുറയുമ്പോഴാണ് മൂത്രത്തിൻ്റെ അളവ് കൂടുന്നത്. മഴക്കാലത്തൊക്കെ നമുക്ക് സംഭവിക്കില്ലേ, അതുപോലെ. 67ാമത്തെ ക്വസ്റ്റ്യൻ, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ആൻസർ ഏതാണ്? 1, 2 ശരി, 3, 4 തെറ്റ് എന്നുള്ളതാണ് പറയുന്നത്. എന്താണ്? എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം ഏതാണ്? വൈറസാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ക്ഷയം, എലിപ്പനി എന്നിവ എന്താണ്? ബാക്ടീരിയ രോഗങ്ങളാണെന്നാണ് പറയുന്നത്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ് 3, 4 തെറ്റാവാൻ കാരണം? ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ആണോ? ഡിഫ്തീരിയ ബാക്ടീരിയ വഴിയും മലേറിയ അല്ലെങ്കിൽ മലമ്പനി എന്താണ്? പ്രോട്ടോസോവ വഴിയാണ് പടരുന്നത്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം എന്താണ്? ബാക്ടീരിയ ആണെന്ന് പറയുന്നത്. ബാക്ടീരിയ ആണോ? അല്ല, അവയും എന്താണ്? ഒരു വൈറസ് രോഗങ്ങളാണ്. 68ാമത്തെ ക്വസ്റ്റ്യൻ, ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ്? മുയൽ വളർത്തലാണ് ഇത്. ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത്. തേനീച്ച വളർത്തൽ എന്താണ്? എപ്പിക്കൾച്ചർ എന്ന് നമ്മൾ പറയും അല്ലേ. പട്ടുനൂൽപ്പുഴു വളർത്തലിനെയോ സെറികൾച്ചർ എന്ന് പറയും. മത്സ്യം വളർത്തൽ പെസി കൾച്ചർ എന്നും പറയും. 69ാമത്തെ ക്വസ്റ്റ്യൻ, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴയിലും കാൽക്കുഴയിലൊക്കെ കാണപ്പെടുന്നത്. നമ്മളതിനെന്ത് പറയും? ഗ്ലൈഡിങ് ജോയിൻ്റ് അല്ലേ. തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയും. 70ാമത്തെ ക്വസ്റ്റ്യൻ, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ബി ആണ്. 2, 3 ശരി എന്നുള്ളതാണ്. പേശികോശത്തിനും ന്യൂറോണുകൾക്കുമിടയിൽ കാണപ്പെടുന്നു. അതുപോലെ 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവന. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഏതാണ്? ഫ്ലൂറിനാണ്. സി ആണ് ആൻസർ വരുന്നത്. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള മൂലകം ഏതാണ്? ഫ്ലൂറിനാണ്. ഹാലോജനുകളിൽ താഴേക്ക് പോകുന്തോറും ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ്? കുറഞ്ഞു വരുന്നു. 72ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയി സ്റ്റീൽ ഏതാണ്? നിക്കോ ആണ്. ബി ആണ് ആൻസർ വരുന്നത്. നിക്രോമൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലോ? നമ്മൾ പാത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പാത്രങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. 73ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഏതാണ്? ബേക്കലൈറ്റ് ആണ്. സി ആണ് ആൻസർ വരുന്നത്. ബേക്കലൈറ്റ് എന്താണ്? ഒരു തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. ഒരിക്കൽ നമ്മൾ ഒരു തവണ അത് രൂപപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അത് ചൂടാക്കിയിട്ട് വേറെ സംഭവമാക്കിയിട്ട് രൂപമാറ്റം ചെയ്യാനായിട്ട് സാധിക്കില്ല. പോളിത്തീൻ, PVC, നൈലോണൊക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക്കുകളാണ്. ഇവയൊക്കെ നമുക്ക് വീണ്ടും ചൂടാക്കിയിട്ട് വീണ്ടും വേറെ സംഭവമൊക്കെ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. 74ാമത്തെ ക്വസ്റ്റ്യൻ, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രോട്ടോണിന് പേര് കൊടുത്തത്? റൂദർഫോർഡ് ആണല്ലേ. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആൻസർ വരുന്നത്. പ്രോട്ടോൺ കണ്ടെത്തിയതും അതിന് പേര് കൊടുത്തതൊക്കെ ആര് തന്നെയാണ്? റൂദർഫോർഡ് ആണ്. J.J. തോംസണോ? ഇലക്ട്രോണിനെ കണ്ടെത്തിയ ആളാണ്. വില്യം ക്രൂക്സ് എന്ന് പറയുന്നത് കാഥോഡ് കിരണങ്ങളെ കണ്ടെത്തിയ ആളാണ്. ഗോൾഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് പോസിറ്റീവ് കിരണങ്ങളെ, അതായത് കാനൽ റേസിനെ കണ്ടെത്തിയ വ്യക്തിയാണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 76 പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ഏതാണ്? ഡി ആണ്. ത്വരണമാണ് ആൻസർ വരുന്നത്. 77ാമത്തെ ക്വസ്റ്റ്യൻ, ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഏതാണ് ബലത്തിൻ്റെ യൂണിറ്റ്? ന്യൂട്ടൺ ആണ് ബലത്തിൻ്റെ യൂണിറ്റ് വരുന്നത്. പാസ്കൽ എന്താണ്? മർദ്ദത്തിൻ്റെ യൂണിറ്റ് ആണ്. ജൂളോ? പ്രവൃത്തി അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെയൊക്കെ യൂണിറ്റ് ആണ്. കലോറി എന്ന് പറയുന്നത് താപോർജ്ജത്തിൻ്റെ യൂണിറ്റ് ആണ്. 78ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാക്കുന്ന ഊർജ്ജമാണ്. എന്താണ് ആ ഊർജ്ജത്തിന് പറയുന്നത്? ഗതികോർജ്ജം എന്നാണ് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്തുവിന് ഊർജ്ജം കൊടുക്കുന്ന എന്താണ്? ഗതികോർജ്ജമാണ്. അതായത് കൈനറ്റിക് എനർജി നമ്മൾ പറയില്ലേ, അതാണ്. വസ്തുവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ
അവസ്ഥ മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഇത് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. അതുപോലെ ഈ പറഞ്ഞ രണ്ടെണ്ണത്തിൻ്റെയും തുകയാണ് എന്ത് യാന്ത്രികോർജ്ജം എന്ന് പറയുന്നത്. 79ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതാണ്? സി ആണ്. അറ്റോമിക് റിയാക്ടറുകളാണ് ആൻസർ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ സൗരോർജ്ജം, കാറ്റ്, ജലം ഈ സംഭവങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാവുന്നതും അതുപോലെ തന്നെ മലിനീകരണം കുറഞ്ഞതുമായ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന ഹരിത ഊർജ്ജ സ്രോതസ്സുകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിലുപയോഗിച്ചിട്ടുള്ള തരംഗം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? അൾട്രാസോണിക് തരംഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കടലിൻ്റെ ആഴം അളക്കാൻ വേണ്ടിയിട്ട് സോണാറിൽ ഉയർന്ന ആവൃത്തിയിലുള്ള അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആവൃത്തിയിലുള്ള ശബ്ദമാണ്. സിസ്മിക് തരംഗം എന്താണ്? ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗമാണ്. അടുത്ത 20 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോവുകയുള്ളൂ. നിങ്ങളത് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് എന്തായാലും ചെയ്ത് നോക്കാം. 81 ബി ആണ്. 82 സി ആണ്. 83 എ ആണ്. 84 ബി ആണ്. 85 ബി ആണ്. 86 എ ആണ്. 87 ഡി. 88 ഡി. 89 ബി. 90 ബി. 91 ഡി. 92 ഡി. 93 എ. 94 സി. 95 ബി. 96 എ ആണ്. 97 എ. 98 എ. 99 സി. 100 സി. അപ്പോൾ നമ്മളിന്നൊരു 100 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും മാത്സ് ചെയ്ത് നോക്കാണ്ടിരിക്കരുത്. എന്തായാലും ചെയ്ത് നോക്കാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് 20 മാർക്കാണ് മാത്സിന് വരുന്നത്. അതെന്തായാലും കളയാൻ പറ്റില്ല. എല്ലാവരും ചെയ്ത് നോക്കാം. ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടു നോക്കാം. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു എവരിവൺ.